പിന്നീട് മെട്രോ റെയിലിൻ്റെ കാര്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു. കാരണം വിഴിഞ്ഞമെല്ലാം വന്ന് മുഴുവൻ സ്ഥലം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി കഴിഞ്ഞിട്ടല്ലേ ഇത് പണിയാൻ പോകേണ്ടത്. ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ പോളിസിയും DPR ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, വിഴിഞ്ഞത്തുനിന്ന് സിറ്റിയുടെ അങ്ങേയറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള സിറ്റി ആയിരിക്കത്തില്ല, വിഴിഞ്ഞം വരെ ആയിരിക്കും. വിഴിഞ്ഞം വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിംഗ് ഒക്കെ ഇപ്പോൾ നടക്കണം. അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സാധാരണക്കാരുടേതാണല്ലോ ഈ ലൈഫ് പദ്ധതി. ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്ന ഇപ്രാവശ്യമാണ്. ലൈഫിൻ്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ 5.5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുക. ഈ വർഷം 1 ലക്ഷം വീട് പൂർത്തീകരിക്കും. ചെറിയൊരു പദ്ധതിയല്ല. അപ്പോൾ ഈ 1160 കോടി രൂപ ഇത് നമ്മുടെ ലൈഫ് തുടങ്ങിയ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 774 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും അധികം കൊടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ആകെയുള്ളത് 28% വർദ്ധിപ്പിച്ചു. പിന്നെ ഓരോ മേഖലയിലും ഇതേപോലെ വലിയ വർധന വന്നിട്ടുണ്ട്. നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് ലോങ് റണ്ണിൽ ഗുണമുണ്ടാക്കുന്നതാണ്. അതിപ്പം വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ 1000 കോടി രൂപ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ചില ജോയിൻറ്റ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇനിയും പണം വേണ്ടി വന്നാൽ മാറ്റി വെക്കും ഇനി. കാരണം വലിയ തോതിൽ നിക്ഷേപം വന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഴിഞ്ഞത്തിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, വിഴിഞ്ഞത്തിൻ്റെ ഭാഗത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വാണിജ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സെൻറ്ററൂടെ വരുന്നതിന് നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 100 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് ആകെ 100 ഏക്കർ വേണ്ടി വരില്ല. പക്ഷേ ഓരോരുത്തരുടെയും ഒരു സെൻറ്റർ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ വിഴിഞ്ഞ ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ കേന്ദ്രമാവും, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാവും. അതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെൻറ് കാണുന്നത്. ഈ ഗ്രോത്ത് സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. പിന്നീട് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെയും ഒക്കെ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ്, GPO വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന ഏരിയകളാണ് ഈ GPU ക്ലസ്റ്റർ, അതുപോലെ പിന്നെ GCC, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഒരു മോഡൽ ഡെവലപ്മെൻറ്റ് കിഫ്ബികൾ വരുന്ന ഒരു മേഖലയാണ്. മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തൊരു പൈലറ്റ് പദ്ധതി പറഞ്ഞു. കാരണം ഇപ്പോൾ നമ്മളുടെ സ്ഥലം മേടിച്ചിട്ടേ നമുക്കൊരു ബിസിനസ് സാധാരണ തുടങ്ങുള്ളൂ. ലാൻഡ് അക്വിസിഷൻ 3 വർഷം എടുക്കും. പലപ്പോഴും വില വളരെ കൂടുതലാവും. കൊല്ലം കോർപ്പറേഷൻ്റെ പിന്നെ ഉടമസ്ഥതയെ ടൗണിൽ കിടക്കുന്ന സ്ഥലമുണ്ട്, അവർക്ക് ഷെയറൂടെ കിട്ടണം. ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആവണം. അതിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. 2 പദ്ധതി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് സക്സസ്ഫുൾ ഒരു മോഡലാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1 വർഷം കൊണ്ട് ആ കെട്ടിടം കെട്ടിത്തീർക്കണമെന്നുള്ള ലൈനോട് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം പുതിയ സ്ട്രക്ചർ മെത്തേഡ്സ് ഉണ്ട്. 3-4 വർഷം കൊണ്ട് പണിഞ്ഞിട്ട് എന്താ കാര്യം? സ്പീഡി വേണം. അങ്ങനെ വന്നാൽ ഒരു 100 സ്ഥലത്ത് ആദ്യം വരുന്ന ഒരു 100 സ്ഥാപനങ്ങൾക്കെങ്കിലും ഇത് തുടങ്ങാം. 100 സ്ഥലത്ത് സാധാരണഗതിയിൽ അങ്ങനെ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലെങ്കിലും ഒരു സീഡ് മണി എന്ന് പറഞ്ഞൊരു 100 കോടി വെച്ചേക്കുന്നുണ്ട് അതിന്. കാരണം ഇപ്പോൾ ആദ്യമേ ഒരു 10-50 സ്ഥാപനങ്ങൾ വരുമോ, ഞങ്ങൾ കുറച്ച് സ്ഥലം എടുക്കാം, ഞങ്ങളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സീഡ് മണി കൊടുക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് 100 കോടി രൂപ അതിന് മാത്രം വെച്ചിട്ടുണ്ട്. ഒരു പുതിയ മേഖലയാണ് അത് വരുന്നത്. പിന്നീട് ഏജൻറ്റിക് ഹാക്കത്തോൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മാധ്യമ രംഗത്തെ അവാർഡുകൾ മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായമായിരുന്നു, കുറച്ചു കാലം മുമ്പ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതിനുള്ള ആ അവാർഡുകൾ വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചു. വലിയ തുകയുടെ അല്ല, പക്ഷെ അങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്. കെ ഹോംസ് എന്ന് പറയുന്നൊരു പദ്ധതി വളരെ വലിയ ഒരു പദ്ധതി ആയിരിക്കും. കാരണം അത് നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ഇപ്പം ഈ വീട്ടിൽ കാലി കിടക്കുന്ന വീടുകളുണ്ട്, ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട്. പ്രത്യേകിച്ച് വലിയ ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ ഓണർഷിപ്പ് നിർത്തുക, ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോം സ്റ്റേ പോലുള്ളതിനേക്കാൾ ഡെവലപ്പ് ചെയ്താവുന്ന ഒരു സ്കീം പുതുതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് കോവർക്കിംഗ് സ്പേസിനെ പറ്റി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചില പേരുകൾ അതിൽ പറഞ്ഞു. അത് അങ്ങനെ പേരുകൾ പറയുന്നത് കുറച്ച് പേരുടെ പേര് പറഞ്ഞു, ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്നുള്ള വിഷമം വരാം. പക്ഷേ വളരെ സ്റ്റാർട്ടപ്പായിട്ട് ഇപ്പോൾ തുടങ്ങിയ 10, 20, 25 വയസ്സ് ഉള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെ 100-300 പേര് വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങൾ. അത് നേരത്തെ IT ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസ്. കഴിഞ്ഞ ദിവസം ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ചെറുപ്പക്കാരന് 70 കോടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തേക്ക് വന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേക ഫണ്ട്, ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനുള്ളത്. എഥനോൾ ഒരു വിവാദമായ വിഷയമാണ്. എഥനോളിന് നമ്മൾ പറഞ്ഞത് എഥനോൾ ചെലവ് കുറച്ച് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റുമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതാണ്.
പിന്നീട് ഈ മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിലുള്ള പദ്ധതികൾ, ഇങ്ങനെ പിന്നെ വനമേഖലയ്ക്കൊരു സ്പെഷ്യൽ പാക്കേജ് പോലെ കുറച്ച് ഇപ്പോൾ കൊടുത്ത ഫണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും വളരെ കൂടുതലായി വർഷം കൊടുത്തത്. ഫണ്ട് കിട്ടിയതുകൊണ്ട് പ്രശ്നമൊന്നും തീരത്തില്ല. എന്നാലും ഒന്നാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് നിയമപരിഷ്കാരം വരണം. അതിന് നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ് ആലോചിക്കുന്നത്. അതിന് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കണക്ഷൻസൊക്കെ എന്താണ് ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് നോക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ കൂടുതൽ ഫണ്ട് വേണം. സാധാരണ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചു വെച്ചത് കൂടാതെ ഒരു 50 കോടി കൂടെ അതിന് പറഞ്ഞിട്ടുണ്ട്. തീരദേശ മേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് വെക്കുന്നുണ്ട്. ആ മേഖലയിൽ ചില പ്രത്യേക പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് എല്ലാ മേഖലയിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഊർജ്ജവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ഈ പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ നല്ല വെള്ളം അടിച്ച് കയറ്റി അത് വീണ്ടും വൈദ്യുതിക്ക് ഉപയോഗിക്കുകയാണ്. പക്ഷേ അതിന് കുറച്ച് ക്യാപിറ്റൽ ഒരു കമ്പനി തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കാൻ വേണ്ടി 100 കോടി രൂപ സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയ്ക്കും മറ്റ് മേഖലയുടെ എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ഓരോന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ടൂറിസം, പൊന്മുടിയിലേക്കുള്ള റോപ്പ് വേ, മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പൊതുവിദ്യാലയങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള ധാരാളം പദ്ധതികൾ, വിജ്ഞാന കേരളം പോലെയുള്ള കംപ്ലീറ്റ് ആൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാനും അവരെ എക്വിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ടെക്നോളജിയുടെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് സാധാരണ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സീനിയർ സിറ്റിസൺസിന് ന്യൂ ഇന്നിങ്സ് എന്ന് പരിപാടി വെച്ചു. വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല ചർച്ചയിൽ നിന്ന് കിട്ടിയ ഇൻപുട്ടുകളാണ്. ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണനാണ് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ IT മേഖല, അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പ്രായമുള്ള ആളുകളെ കുറച്ച് ഉപയോഗിച്ചുകൂടെ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളാണ്. 10-55 വയസ്സിൽ 60 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്തിട്ട് ആളുകൾ പോയിരിക്കുന്നത്. വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട്. പലപ്പോഴും അവർക്ക് ഫണ്ടും മറ്റൊരു ചെറുപ്പക്കാരൻ വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫണ്ടിൻ്റെ റിസോഴ്സസ് കാണും. അങ്ങനെയാണ് ഈ ഹോം നമ്മുടെ ഈ പറഞ്ഞ ന്യൂ ഇന്നിങ്സ്. അതൊരു ഇനിഷ്യലി ഒരു 5 കോടിയെ വെച്ചിട്ടുള്ളെങ്കിലും നിങ്ങൾക്കറിയാം KFC ചിക്കൻ തുടങ്ങിയ ആൾ 60-65 വയസ്സിൽ പോയിട്ടാണ് KFC എന്ന് പറയുന്ന ചിക്കൻ കമ്പനി തുടങ്ങുന്നത്. അയാളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ട് പോയതാണ്. വളരെ പ്രശസ്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ഐറ്റപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിലാണെങ്കിൽ പുതിയ കുട്ടികൾ 3 ലക്ഷം, പ്രായമുള്ളവർ നേരത്തെ 6 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പം 3 ലക്ഷം. ഇങ്ങനെയൊക്കെ ഒത്തിരി ഡെമോഗ്രഫിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും അമിതമായി പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന അല്ലല്ലോ രീതി. പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് നേരത്തെ ശ്രമിച്ചത്. നേരത്തെ പറഞ്ഞതിനേക്കാളും കഴിഞ്ഞ റൂൾ 300 മുഖ്യമന്ത്രി അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും പുതുതാണ് ഇപ്പോൾ ഈ 2 പിന്നെ കുടിശ്ശിക, പെൻഷൻ അല്ല ശമ്പള പരിഷ്കരണ കുടിശ്ശിക നമ്മളന്ന് അവിടെ കമ്മിറ്റ് ചെയ്തതല്ല. പക്ഷേ അത് അഡീഷണലായിട്ട് കൊടുത്തു. അതാണ് പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്.